ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഞ്ഞിൽ വിരിഞ്ഞ പൂവിൻ്റെ നാളത്തെ പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഹോട്ടലിൻ്റെ മുമ്പിൽ ബോർഡും പിടിച്ചുകൊണ്ട് മല്ലികാമ്മ നിൽക്കട്ടോ ചെയ്യുന്നത്. അതേസമയം തന്നെ ക്യാപ്റ്റനും ചിത്തിരയും ശംഖുവും കൂടെ ആ വഴി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉടനെ ക്യാപ്റ്റൻ എല്ലാവരുടെ മേലും ആജ്ഞാപിച്ചുകൊണ്ടിരിക്കുകട്ടോ ചെയ്യുന്നത്. നിങ്ങളൊന്നും നിങ്ങളെപ്പറ്റി ചിന്തിക്കേണ്ട, നിങ്ങൾക്ക് വേണ്ടി ചിന്തിക്കാൻ ഞാനുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അതേസമയം തന്നെ ക്യാപ്റ്റൻ കാണുകട്ടോ ചെയ്യുന്നത് മല്ലികാമ്മ അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഉടനെ തന്നെ അത് നമ്മുടെ തങ്കമല്ലേ, ദേ നിൽക്കുന്നു ബോർഡൊക്കെ പിടിച്ചുകൊണ്ട്. ശംഖു അത് തങ്കമ്മയല്ലേ നോക്കുന്നു പറയാട്ടോ ചെയ്യുന്നത്. അതേല്ലോ തങ്കമ്മ തന്നെയാണല്ലോ എന്ന് പറയുന്നു ശംഖു. വണ്ടി നിർത്ത് എന്ന് പറയുന്നു കേട്ടോ ക്യാപ്റ്റൻ. എന്നിട്ട് ഇറങ്ങി മല്ലികാമ്മയുടെ അടുക്കലേക്ക് ചെല്ലുന്നു. മല്ലികാമ്മ കാണുന്നു, സാരി വെച്ച് മൂടാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ക്യാപ്റ്റൻ കൈയോടെ പൊക്കുക കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇവിടെ വന്ന് നിൽക്കാനാണോ ഇന്ന് അവധി ചോദിച്ചത്? ഇവിടെ വന്ന് നിന്ന് നിനക്ക് എത്ര രൂപ കിട്ടുമടി? മര്യാദയ്ക്ക് സത്യം പറയാനായിട്ട് ക്യാപ്റ്റൻ പറയാട്ടോ ചെയ്യുന്നത്. മല്ലികാമ്മ ആകെ നാണം കെട്ടിങ്ങനെ നിൽക്കുക കേട്ടോ ചെയ്യുന്നത്. കാരണം കള്ളത്തരം കൈയോടെ പൊക്കിയല്ലോ. അപ്പോൾ വീണ്ടും ചോദിക്കുന്നുണ്ട്, എത്ര രൂപ കിട്ടുമെന്ന് ഞാൻ ചോദിച്ചില്ലേ ഒരു ദിവസം ഈ ബോർഡും പിടിച്ചുകൊണ്ട് നിന്നാൽ? അപ്പോൾ ഉടനെ മല്ലികാമ്മ പറയുന്നുണ്ട്, 10,000 രൂപ കിട്ടുമെന്ന്. 10,000 രൂപയോ? ഈ ഉണക്ക ബോർഡും പിടിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്നതിനോ? മാഡം, ഇന്നത്തേക്ക് എന്നെ വെറുതെ വിടണം, ഒന്നും ബഹളം ഉണ്ടാക്കരുത്. ഒരു 6:30 കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയുന്നു കേട്ടോ. നീ അങ്ങോട്ട് വാ, വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ക്യാപ്റ്റനും ചിത്തിരയും ശംഖുവും കൂടെ പോകുന്നു. ചിത്തിരയ്ക്ക് ആകെ വിഷമാവുന്നുണ്ട് കേട്ടോ. മല്ലികാമ്മ തനിക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ നാണം കേട്ട് സഹിക്കേണ്ടി വന്നതെന്നും ഈ ബോർഡും പിടിച്ച് നട്ടപ്ര വെയിലത്ത് നിൽക്കേണ്ടി വന്നെന്നൊക്കെ ചിന്തിക്കുന്നു. അയ്യോ, അവളെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഒരു ഉടായിപ്പാണെന്ന്. മല്ലികാമ്മയെ പറ്റി ക്യാപ്റ്റൻ പറയും, അവൾ ഇങ്ങോട്ട് വരട്ടെ, അവിടെ ആ ജോലി ഞാൻ തീർത്ത് കൊടുക്കുന്നുണ്ട്, ഇനി മേലെ അവൾ ഇമാതിരി കാര്യങ്ങൾ ചെയ്യാത്ത രീതിയിൽ ഞാൻ ആക്കുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോഴേക്കും മല്ലികാമ്മ അവിടുത്തെ ജോലി കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തുക കേട്ടോ ചെയ്യുന്നത്. എത്തുമ്പോൾ എല്ലാവരും ഇവിടെ നിൽക്കുന്നതായിട്ട് മല്ലികാമ്മ കാണുന്നു. അപ്പോൾ മല്ലികാമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട് തന്നെ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കൂടെ അവിടെ ഗ്രൂപ്പായിട്ട് അവിടെ നിൽക്കുന്നതെന്ന് കേട്ടോ. അങ്ങനെ മല്ലികാമ്മ അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും ക്യാപ്റ്റൻ പൊട്ടിത്തെറിക്കുക കേട്ടോ മല്ലികാമ്മയുടെ അടുക്കലേക്ക്. ഓ, അവൾ പോയിരിക്കുന്നു. നീ എന്തിനാടി ഞങ്ങളോട് കള്ളം പറഞ്ഞത്? നിനക്കുള്ള കാര്യം പറയാറുന്നില്ലേന്ന് ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. അവിടെ പോയി നിൽക്കേണ്ട വല്ല ആവശ്യവും ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ശംഖുവും. അതല്ലേ ഇത്രയും പ്രശ്നമായെന്നും പറയുന്നുണ്ട് കേട്ടോ. എന്നോടെങ്കിലും പറയാമായിരുന്നു എന്നൊക്കെ ശംഖു പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മല്ലികാമ്മ പറഞ്ഞു, അതിനൊന്നും പറ്റിയില്ല എന്നും, ഞാൻ മാഡത്തിൻ്റെ അടുക്ക 10,000 രൂപ ചോദിച്ചിരുന്നു, പക്ഷേ എനിക്കൊരു 10,000 രൂപയുടെ ആവശ്യമുള്ളതുകൊണ്ടാണ് ചോദിച്ച, ശമ്പളത്തിൽ നിന്ന് പിടിച്ചോളാൻ പറഞ്ഞു, പക്ഷെ അതിനൊന്നും മാഡം തയ്യാറായില്ല എന്ന് പറയുമ്പോഴത്തേക്കും ക്യാപ്റ്റൻ പൊട്ടിത്തെറിക്കുക കേട്ടോ ചെയ്യുന്നത്. ഇനി മേലാ നിങ്ങൾ ഇമാതിരി പരിപാടി വല്ലതും കാണിച്ചാൽ ഇവിടെ നിങ്ങളെ ഞാൻ ഇവിടെ നിന്ന് തെറിപ്പിക്കും തങ്കമ്മേ. പിന്നെ സംസാരവും പറച്ചിലുമൊന്നും ഉണ്ടാവത്തില്ല, നിങ്ങളെ ഇവിടെ കേട്ടത്തില്ല. മര്യാദയ്ക്ക് ഞാൻ പറയുന്നതും കേട്ട് അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞോണം എൻ്റെ ഓർഡർലി ആയിട്ട്. അല്ലാതെ ഇവിടെ നിന്ന് പുറത്തു പോകാമെന്നോ ഇമാതിരി പരിപാടി കാണിക്കാമെന്നോ വിചാരിച്ചാൽ ഇവിടെ ഞാൻ നിങ്ങളെ നിർത്തത്തില്ല കേട്ടോ തങ്കമ്മേ എന്നിങ്ങനെ പറയാട്ടോ ചെയ്യുന്നു. ഇത് കേൾക്കുന്ന മല്ലികാമ്മ സഹിച്ച് നെല്ലിപ്പലക തെളിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ തിരിച്ചടിക്കാൻ തുടങ്ങുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ചിത്തിരയ്ക്ക് നല്ല വിഷമമുണ്ട്. ഇത്രയൊക്കെ ചീത്ത കേൾക്കേണ്ടി വരുന്നത് താൻ കാരണമാണല്ലോ എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉടനെ മല്ലികാമ്മ പറയുന്നുണ്ട്, മതിയാക്ക് ക്യാപ്റ്റ, നിങ്ങൾ കുറേ നാളായി അഹങ്കാരം കൊണ്ട് ഇങ്ങനെ വിഷം തുപ്പാനായിട്ട് തുടങ്ങിയിട്ട്. നിങ്ങളെ നിലക്കി നിർത്താനായിട്ട് നിങ്ങളുടെ ഭർത്താവിന് കഴിയാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത്. എന്നും പറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ ക്യാപ്റ്റൻ. അപ്പോൾ ഉടനെ പറയുന്നുണ്ട്, ഇതിനെക്കാട്ടിലും വലിയ ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഈ തങ്കമ്മ, അതുകൊണ്ട് ക്യാപ്റ്റനെ കുറച്ചൊന്ന് അടങ്ങുന്നത് നന്നായിരിക്കുമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് 10,000 രൂപ ചോദിച്ചല്ലോ, യാചിച്ചു, അപ്പം നിങ്ങൾക്ക് തരാൻ പറ്റില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? ഞാൻ വേറെ ഒരു മോശം പ്രവൃത്തിയല്ലല്ലോ ചെയ്തത്. ഇങ്ങനെ ഒരുപാട് പേര് ഈ ബോർഡും പിടിച്ച് വെയിലത്ത് നിൽക്കാറുള്ളതല്ലേ, അതേ ജോലി തന്നെയല്ലേ ഞാൻ ചെയ്തുള്ളൂ. ഏത് ജോലിക്കും അതിൻ്റെ മാന്യതയുണ്ട് മാഡം. അതുകൊണ്ട് ഇമ്മാതിരി സംസാരമൊന്നും ഈ തങ്കമ്മയോട് വേണ്ട. ഈ തങ്കമ്മ ഒരുപാട് പേരെ ഇതുപോലെ കണ്ടിട്ടുള്ളതാണ്, പയറ്റി തെളിഞ്ഞിട്ടുള്ളതാണെന്ന് പറയാട്ടോ ചെയ്യുന്നത്. നിങ്ങളുടെ അഹങ്കാരം മാറ്റാനൊക്കെ എനിക്കറിയാം. നിങ്ങൾ എവിടുത്തെ ക്യാപ്റ്റനാണ്? പട്ടാളത്തിൽ ചേരാതെ നിങ്ങൾ എങ്ങനെ ക്യാപ്റ്റനായി? അപ്പോഴത്തേക്കും തന്നെ ക്യാപ്റ്റൻ തെറിച്ച് വീഴുക, പേടിക്കുക കേട്ടോ ചെയ്യുന്നത്. മല്ലികാമ്മയുടെ മുമ്പിലൊന്നും പിടിച്ചു നിൽക്കാനായിട്ട് ക്യാപ്റ്റന് സാധിക്കുന്നില്ല. ക്യാപ്റ്റൻ്റെ മുട്ടിടിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. വലിയ ക്യാപ്റ്റനാ, പക്ഷെ പേടിത്തൊണ്ടിയാണെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പതറുന്നു, നെഞ്ചിൽ കൈവയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം തന്നെ 2 ചാട്ടമൊക്കെ മല്ലികാമ്മ ചാടുന്ന കാണുമ്പോഴത്തേക്കും പേടിയാവുന്നുണ്ട് കേട്ടോ. ഹിന്ദിയിലും അതുപോലെ തമിഴിലും അങ്ങനെ എല്ലാ ഭാഷകളിലും നല്ല കണക്കിന് ക്യാപ്റ്റൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അവിടെ ശങ്കർദാസിന് ചിരിയാട്ടോ വരുന്നത്. ശംഖു അങ്ങ് കണ്ണടച്ച് ചിരിക്കുക കേട്ടോ ചെയ്യുന്നത്. ഇതെന്താ നടക്കുന്നതെന്ന് അറിയാൻ മേലാത്ത ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ മല്ലികാമ്മ ഇനി കൂടുതൽ സംസാരിച്ചാൽ ഇവിടെ നിന്ന് ഇറക്കി വിടുന്ന ലക്ഷണമാണ്, റൂട്ട് തിരിക്കാമെന്ന് കരുതിയിട്ട് മല്ലികാമ്മ പറയുന്നുണ്ട്, പേടിച്ചു പോയോ മാഡം? ഞാൻ ചുമ്മാതെ ഒന്ന് നമ്പർ ഇറക്കിയതാ, ഇങ്ങനെയുമൊക്കെ എനിക്ക് സംസാരിക്കാൻ അറിയാമെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത്, അല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. എല്ലാം മനസ്സിലായെന്നും പറഞ്ഞ് ക്യാപ്റ്റൻ മല്ലികാമ്മയുടെ മുമ്പിൽ കൈ കൂപ്പാട്ടോ ചെയ്യുന്നത്. ക്യാപ്റ്റനെ അങ്ങനെ വലിച്ചു കീറി ഒട്ടിക്കാട്ടോ ചെയ്യുന്നത് മല്ലികാമ്മ.